ഇതുപോലെ പുറമേ നല്ല ക്രഞ്ചിയായ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനെന്താ കുറച്ച് പനീർ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഒരു പനീറിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. പനീർ മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഓയിൽ ഉണ്ടെങ്കിൽ ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഓയിൽ ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ, അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ പാകത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മസാലയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി വരണം കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്ലേവറിന് ആവശ്യത്തിനുള്ളത് കേട്ടോ, നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീറുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഫില്ലിങ് റെഡിയായി. ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഫില്ലിങ്ങിന് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 സെക്കൻഡൊക്കെ ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആവി കയറ്റിയെടുത്താൽ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒട്ടും തന്നെ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ മൈദയുടെ പേസ്റ്റ് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തിട്ടൊന്ന് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. 2 അറ്റവും അതുപോലെ ആ ഒരു ഭാഗവും നമ്മൾ റോൾ ചെയ്ത ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൈദയും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു റോള് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൽ വേവാനൊന്നുമില്ല. ആ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അങ്ങ് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റിലുള്ള പനീർ സ്റ്റഫ്ഡ് ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്